വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയോടൊപ്പമുണ്ട്. ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ എത്തിച്ചേർന്ന പ്രധാനമന്ത്രി ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ഒപ്പം ചേർന്നാണ് വ്യോമമാർഗം നിരീക്ഷണം നടത്തിയതിനു ശേഷം റോഡ് മാർഗം ചൂരൽമല അടക്കം സന്ദർശിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി വിവിധ കോണുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ അനൂപും സ്വാലിഹും സന്തോഷ് എമ്മും ഒക്കെ ചേരുന്നു. സന്തോഷം, എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ? സ്വാലിഹിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സ്വാലിഹ്, എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഈ വേളയിൽ നൽകാനാകുന്ന വിവരങ്ങൾ, പ്രത്യേക പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ? അജിംഷാദ്, പ്രധാനമന്ത്രി റോഡ് മാർഗം ഇപ്പോൾ ചൂരൽമലയിൽ നേരിട്ട് സന്ദർശനം നടത്തുന്നു. അതിനുശേഷം മേപ്പാടിയിലെത്തി ക്യാമ്പ് സന്ദർശിക്കും. അതിനുശേഷം മേപ്പാടിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തും. ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേരെ പ്രധാനമന്ത്രി നേരിട്ട് കാണും. അതിനുശേഷമാണ് ഈ കലക്ട്രേറ്റിൽ ക്രമീകരിച്ചിരിക്കുന്ന അവലോകന യോഗത്തിലേക്ക് വരിക. അവിടെ ഈ യോഗത്തിന് ശേഷം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമോ, സമഗ്രമായ ഒരു സഹായ പദ്ധതി പ്രഖ്യാപിക്കുമോ എന്ന് സംസ്ഥാന സർക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. വയനാട് ഉറ്റുനോക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുള്ളത്. ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നേരിട്ട് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ വന്ന ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സഹായധനം പ്രഖ്യാപിക്കുന്നതിൻ്റെ മുന്നോടിയായി നടത്തുന്ന പരിശോധന ഇന്നലെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അവരുടെ റിപ്പോർട്ടും പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായും അതെല്ലാം പരിശോധിച്ചുള്ള ഒരു സഹായ പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ ക്രമീകരണങ്ങൾ വയനാട് നഗരത്തിലും കൽപ്പറ്റ നഗരത്തിലും മേപ്പാടിയിലും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കാര്യമായ തെരച്ചിലുകളോ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളോ ഒന്നും തന്നെയില്ല. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്ന് നടക്കുന്ന ഈ അവലോകന യോഗത്തിലും മറ്റുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തെരച്ചിൽ നടത്തുന്നില്ല. അതേസമയം ഇന്നലെ ജനകീയ തെരച്ചിലിൽ കണ്ടെത്തിയ 3 മൃതദേഹങ്ങളും ഒരു ശരീരത്തിൻ്റെ ഭാഗവും ഇന്ന് സൂചിപ്പാറയിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് തെരച്ചിലുകളൊന്നും ഇന്ന് നടക്കുന്നില്ല. നാളെ ഇത് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലെല്ലാം പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ നിലവിൽ കടന്നിട്ടുണ്ട്. ഈ മാറി താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. 10,000 രൂപ നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 300 രൂപ ഒരു ദിവസം ഒരു കുടുംബത്തിൽ 2 പേർക്ക് വരെ അനുവദിക്കുന്നുണ്ട്. ദീർഘകാലമായി അസുഖബാധിതരുള്ള കുടുംബമാണെങ്കിൽ 3 പേർക്ക് ഇത് നൽകുന്നുണ്ട്. ഇത് 30 ദിവസം നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ വേണ്ടതിനായി നീങ്ങുന്നത്. പക്ഷേ ഇനി അറിയേണ്ടത് പ്രത്യേക പാക്കേജ് കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകുമോ? ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള പ്രിവിലേജുകൾ കിട്ടുകയുള്ളൂ വയനാടിന്. അത് പ്രഖ്യാപിക്കുമോ? പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ പ്രധാനമായും, കാരണം ഇപ്പോഴുള്ള ജനകീയ തെരച്ചിൽ വരെ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. വയനാടിന് വേണ്ട പാക്കേജുകൾ ലഭിക്കണം. ഇതാണ് കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നത്. സ്വാലിഹ്, തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ഈ പദ്ധതികൾക്ക്, ഈ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെല്ലാം കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേന്ദ്ര ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രത്യേക പാക്കേജുകളുണ്ട്. അത് വയനാടിന് ലഭിക്കും. അതുപോലെ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാലും അതനുസരിച്ച് വരുന്ന ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പാക്കേജുകൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കും. അത് വലിയ ഗുണമാവും ഈ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ട ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നത്, കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേന്ദ്രമന്ത്രിമാർ, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇതിന് കാര്യമായി ശ്രമിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ വന്ന 9 അംഗ സംഘം, ദേശീയ ഇതുമായി ബന്ധപ്പെട്ട ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനത്തിനായി വന്ന സമിതി 9 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ മന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മറ്റു ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തിയവർ, ഈ
ദുരന്തം നടന്ന സ്ഥലങ്ങൾ ഇവിടെയെല്ലാം ഈ സംഘം കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. അവരോടൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുവാനോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യപ്പെടാനോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ തയ്യാറായിരുന്നില്ല. ഇന്ന് പ്രധാനമന്ത്രിയോടൊപ്പം കേന്ദ്രമന്ത്രി അനുഗമിക്കുന്നുമുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷയിൽ സംസ്ഥാന സർക്കാർ ഉറ്റുനോക്കുന്നു. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഏതാണ്ട് ബോധ്യപ്പെടുത്താൻ ഈ സംഘത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയെയും ഇത് ബോധ്യപ്പെടുത്തുകയാണ്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എന്താണ് ദുരന്തം സംഭവിച്ച സ്ഥലത്തെ സ്ഥിതിഗതികളെന്ന് പ്രധാനമന്ത്രിയെ വ്യോമ നിരീക്ഷണത്തിലൂടെ സ്ഥലങ്ങൾ കണ്ടു. അത് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ അത് വിശദീകരിച്ചു കൊടുക്കുന്നത് നാം ദൃശ്യങ്ങളിൽ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ അവിടേക്ക് എത്തി, ഇനി റോഡ് മാർഗമാണ് ചൂരൽമലയിലേക്ക് എത്തുക പ്രധാനമന്ത്രി, അല്ലേ? അങ്ങനെയാണോ അതിൻ്റെ റൂട്ട്? തീർച്ചയായും മേപ്പാടിയിൽ പ്രധാനമന്ത്രി ഈ റോഡ് മാർഗമാണ് ഇനിയുള്ള സന്ദർശനങ്ങൾ. ചൂരൽമല, ഒപ്പം ചൂരൽമലയിലെ ഈ ദുരന്തം നടന്ന സ്ഥലം, ഈ ബെയിലി പാലം, ഇതൊക്കെ പ്രധാനമന്ത്രി നോക്കിക്കാണും. അതോടൊപ്പം ഈ സേനാംഗങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് ക്യാമ്പിലേക്ക് വരിക, മേപ്പാടിയിലുള്ള ക്യാമ്പിലേക്ക് വരിക. ഒരു ക്യാമ്പിലാണ് സന്ദർശനം നടത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം എത്തും. അവിടെ ചികിത്സയിലുള്ള 4 പേരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം റോഡ് മാർഗം തന്നെ ഏതാണ്ട് 16 കിലോമീറ്ററോളം ദൂരമാണ് അവിടെ നിന്ന് കലക്ടറേറ്റിലേക്കുള്ളത്. കലക്ടറേറ്റിൽ വരും. ഉച്ചഭക്ഷണത്തിന് ശേഷം അവിടെയാണ് ഈ യോഗം നടക്കുന്നത്, അവലോകന യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രി, മറ്റ് 4 സംസ്ഥാന മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ മടക്കം 3:15. അതിനു മുമ്പ് തന്നെ കേരളത്തിന് അനുയോജ്യമായ, അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെടുന്ന ഒരു സഹായ പദ്ധതി ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്, പ്രത്യേകിച്ച് വയനാടിനുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആസ്പിരേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജില്ലയാണ് ഇത്. ഗോത്രവർഗ്ഗങ്ങൾ കൂടുതലായുള്ള ജില്ലയാണ്. കർഷകരും സാധാരണക്കാരും കൂടുതലായി അധിവസിക്കുന്ന മേഖലയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ തീർച്ചയായും ഇനി മേപ്പാടിയിൽ നിന്നും അനൂപ് കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സ്വാലിഹ, അനൂപ്, ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടക്കം സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പിന്നീട് ആശുപത്രിയിൽ കഴിയുന്നവരെ ഒക്കെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സന്ദർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ അടങ്ങുന്ന സംഘവുമൊത്ത്. അപ്പോൾ ഇനിയിപ്പോൾ റോഡ് മാർഗമാണ് ഇപ്പോൾ ചൂരൽമലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി. വ്യോമ നിരീക്ഷണം പൂർത്തിയായി. ഇനിയിപ്പോൾ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ആയോ അനൂപ്? ജിംഷാദ്, അതായത് ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന വാഹനവ്യൂഹം ചൂരൽമല ഭാഗത്തേക്ക് നേരത്തെ കടന്നുപോയി. ഏതാണ്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെയിലി പാലവും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ദുരന്തം 3ാമതായി എത്തിയ ചൂരൽമല മേഖലയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. അതിന് മുകളിലേക്ക് ഏതായാലും പോകാൻ സാധ്യതയില്ല. ഈ താഴെ ബെയിലി പാലത്തിലായിരിക്കും അദ്ദേഹം. അവിടെ എത്തിയിട്ടായിരിക്കും. അവിടെ തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന വിധത്തിൽ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വീടുകൾ നഷ്ടപ്പെട്ടതും ആളുകൾ മരണപ്പെട്ടതുമെല്ലാം ആ വെള്ളാർമല വില്ലേജിനും സ്കൂളിലും എല്ലാം, വെള്ളരിമല വില്ലേജിനും വെള്ളാർമല സ്കൂളിനും സമീപത്തുള്ള മേഖലകളിലും പ്രദേശങ്ങളിലുമാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചതുമെല്ലാം. ആ പ്രദേശത്തായിരിക്കും പ്രധാനമന്ത്രി ആദ്യം എത്തുക. അല്പസമയം മുമ്പാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചൂരൽമലയിലേക്കുള്ള പാതയിലൂടെ അദ്ദേഹം മുകൾ ഭാഗത്തേക്ക് പോയത്. അവിടെ നിന്ന് കുറച്ച് അല്പസമയം മാത്രമായിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് തിരിച്ചെത്തും. വീണ്ടും ഞാൻ നിൽക്കുന്നത് മേപ്പാടിയിലാണ്. മേപ്പാടി സെൻറ്റ് ജോസഫ്സ് ഗേൾസ് സ്കൂളിൻ്റെ സമീപത്താണ്. ഇവിടെയുള്ള ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തുകയും ഇവിടെ ദുരന്തം നേരിട്ട് ബാധിച്ചവരുമായി അദ്ദേഹം സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൽ മാറ്റമുണ്ടാകാനിടയില്ല. അദ്ദേഹം ഇവിടേക്ക് തന്നെ എത്തുകയും ചെയ്യുമായിരിക്കും. അതിനുശേഷമാണ് അദ്ദേഹം ഇതിന് തൊട്ട് സമയത്തുള്ള ഏതാണ്ടൊരു 10 കിലോമീറ്റർ അകലെയുള്ള വിംസ് മെഡിക്കൽ കോളേജിലേക്ക്, ഈ ദുരന്തം ചൂരൽമലയിൽ സംഭവിച്ച് ആദ്യഘട്ടത്തിൽ ആശുപത്രികളിലേക്ക് എത്തിച്ചതിൽ ആദ്യത്തെ ആശുപത്രി വിംസ് മെഡിക്കൽ കോളേജാണ്. വിംസ് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിൽ കഴിയുന്നതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതും മറ്റ് നടപടിക്രമങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചതൊക്കെ ഈ വിംസ് മെഡിക്കൽ കോളേജിലാണ്. ഇതൊരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ്. അവിടേക്ക് എത്തും. അവിടെ നിന്ന് ബന്ധുക്കളെ കാണാം. അവിടെ ഒരു 6-7
ഇങ്ങനെ പരിക്കേറ്റ് അവിടെ ചികിത്സയിൽ കഴിയുന്ന 7 പേരെ അദ്ദേഹം കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ സെൻറ് ജോസഫ് സ്കൂളിലെ ഈ ക്യാമ്പുകൾ കഴിയുന്ന ഈ ദുരന്തം ബാധിച്ച ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയവരെ അദ്ദേഹം കാണുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം നേരെ കൽപ്പറ്റയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. കൽപ്പറ്റയിൽ ജില്ലാ കളക്ടറേറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അവലോകന യോഗം ചേരുന്നത്. അല്പസമയത്തിനകം ആ യോഗം അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ആ യോഗം നടക്കും. ആ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഈ ദുരന്തത്തിന്റെ ആഘാതം വിവരിക്കുന്ന വിധത്തിൽ ഒരു പ്രസന്റേഷൻ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ നടത്തും. അതോടൊപ്പം അതിനുശേഷം തീർച്ചയായും അനൂപ്, അതായത് 3 മണിവരെ ഈ സന്ദർശനം ഉണ്ടാകും. യോഗം അടക്കം ചേർത്തിട്ടാണോ 3 മണിവരെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പറയുന്നത്? മേപ്പാടിയിൽ എപ്പോഴായിരിക്കും എത്തുക എന്നതിൻ്റെ സൂചനകളുണ്ടോ? ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന്, അതായത് അനൂപ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പശ്ചാത്തലത്തിൽ കാണാമായിരുന്നു. അവിടെ ചൂരൽമല സന്ദർശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയും വാഹന വ്യൂഹങ്ങളും. ഇനിയിപ്പോൾ മേപ്പാടിയിലേക്ക് എത്തുന്നു. അതിനുശേഷമാണോ യോഗത്തിലേക്ക് പങ്കെടുക്കുക? ഏതാണ്ട് 3 മണിവരെയാണ് സന്ദർശനം നീളുക എന്ന് പറയുന്നത്. യോഗം ഉൾപ്പെടെയാണോ അനൂപ്? അജിംഷാദ്, നമ്മളോട് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മാറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ്. ഇവിടേക്കാണ് അദ്ദേഹം ആദ്യം എത്തുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ക്യാമ്പിൽ സെൻറ് ജോസഫ് സ്കൂളിലേക്ക് അദ്ദേഹം ആദ്യം എത്തുമായിരിക്കും. അതുകൊണ്ട് സുരക്ഷ ക്രമീകരണ ഭാഗമായി ഉദ്യോഗസ്ഥർ നമ്മോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുകയാണ്. അത് ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോവുകയും കൽപ്പറ്റയിൽ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇവിടെയുള്ള ഈ ക്യാമ്പ് സന്ദർശിച്ച ശേഷം നേരെ വിംസ് മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്ന് കൽപ്പറ്റയിലേക്കും എത്തുകയാണ് ചെയ്യുക. തീർച്ചയായും അനൂപ്, അതായത് അവിടെ നിന്നും, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിന് മുമ്പിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ മാറാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എത്തുന്നത്. അതെവിടെയാണ് പ്രോപ്പറായി പറഞ്ഞാൽ അനൂപ്? മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളാണ്. മേപ്പാടി ടൗണിൽ തന്നെയുള്ള ഇവിടെ നിന്നാണ് ഇവിടേക്കാണ് അദ്ദേഹം ആദ്യം എത്തുക. ചൂരൽമലയിൽ നിന്ന് താഴേക്കെത്തി മേപ്പാടി ടൗണിലെത്തി മേപ്പാടിയിൽ തന്നെയുള്ള ടൗണിൽ തന്നെയുള്ള സെന്റ് ജോസഫ് സ്കൂളിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുക. ഞങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുക. ഇവിടെ നിന്ന് ഇതിന് തൊട്ട് സമീപത്തുള്ള വിംസ് മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ നിന്നാണ് ഇതേ റോഡ് മാർഗം തിരിച്ച് ജില്ലാ കളക്ടറേറ്റിലേക്ക് പോവുക. അവിടെയാണ് അവലോകനം ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ചൂരൽമലയിൽ എത്തി ബേലിപ്പാലം അടക്കമുള്ളവ സന്ദർശിച്ചതിന് ശേഷം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. അതിനുശേഷം റോഡ് മാർഗം തന്നെ കളക്ടറേറ്റിലേക്ക് നീങ്ങും, അല്ലേ അനൂപ്? ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. അതായത് ഈ മേപ്പാടി സെൻറ് ജോസഫ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഈ മുണ്ടക്കൈ ചൂരമല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് മാറ്റിയവരെയാണ് ആദ്യഘട്ടത്തിൽ സന്ദർശിക്കുക. ഇവിടെ ചില ഈ ദുരന്തബാധിതരെ അവരിൽ ചിലരെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുമുണ്ട്. അവരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയായിരിക്കും പ്രധാനമന്ത്രി നടത്തുക. അതിനുശേഷമാണ് ഇതിന് തൊട്ട് സമീപത്തുള്ള വിംസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുക. ഏതാണ്ട് ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. അതോടൊപ്പം ഈ വിംസ് മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിക്കും.